ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ നടന്നതാണ് ഈ ഒരു വാർത്ത എന്ന് പറയുന്നത്. അതായത് ക്ഷേത്രത്തിൽ പോലീസുകാർ, പൂന്തുറ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ കയറിയിട്ട് അവിടെ ദീപാരാധന നടക്കുന്ന സമയത്ത് അതിന് മുടക്കം വരുത്തിക്കൊണ്ട് അവിടുത്തെ പോറ്റിയെ ബലമായിട്ട് കയ്യാമം വെച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് പോയി എന്നുള്ളതാണ് വാർത്ത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അമ്പലത്തിലെ നിരവധി പൂജകൾ മുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതിലപ്പുറത്തേക്ക് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത്രയും പവിത്രമായിട്ടുള്ള ഒരു ക്ഷേത്ര പരിസരത്ത് അല്ലെങ്കിൽ അതിനകത്തേക്ക് ഈ പറയുന്ന പോലീസുകാർ കയറുക, ഈ പറയുന്ന കാക്കിയിടാതെ ആയിട്ടാണ് കയറിയിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. അപ്പം എങ്ങനെയായാലും ഈ പറയുന്ന കയറിയിട്ട് ക്ഷേത്രത്തിൽ പൂജ നടക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് വരാമെന്ന് അറിയിച്ച പോറ്റി അതിന് പോലും സമയം കൊടുക്കാതെ അത് തടസ്സപ്പെടുത്തിക്കൊണ്ട് അത്രയും ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് അവിടെ എന്ത് നടപടിയാണ് അവർ സ്വീകരിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ അവിടെ പറയുന്ന കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൂന്തുറയിലുള്ള ഉച്ചമാടൻ എന്ന് പറയുന്ന ക്ഷേത്രത്തിലായിരുന്നു ഇതിനു മുന്നേ ഈ പറയുന്ന അരുൺ എന്ന് പറയുന്ന പോറ്റി ജോലി ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അവിടെ സേവനം അനുഷ്ഠിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ വന്നുകൊണ്ടിരുന്നത്, പൂജ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം 40 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഒരു പഞ്ചലോഹ വിഗ്രഹം, അവിടുത്തെ ആ ക്ഷേത്രത്തിലെ പ്രധാന പഞ്ചലോഹ വിഗ്രഹം കാണാതായി. അതിന് 1.5 കോടിയോളം വില അർഹിക്കുന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കാണാതായ സമയത്ത് അവിടെ പൂജ നടത്തിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ ആ സമയത്ത് അവിടുത്തെ പോറ്റി എന്ന് പറയുന്നത് ഇദ്ദേഹമായിരുന്നു. പിന്നീട് അവിടുത്തെ സെക്രട്ടറിയുമായിട്ട് തെറ്റിപ്പിരിഞ്ഞിട്ടാണ് അദ്ദേഹം ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പൂജാരിയായിട്ട് കടന്നു വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹവുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ ആൾക്കാരുടെ പേരിലെല്ലാം ഇതുപോലെ സംശയമുണ്ടെന്നുള്ള രീതിക്ക് അദ്ദേഹം പരാതി കൊടുത്തിട്ടുണ്ട്, ആ പൂന്തുറ ക്ഷേത്രത്തിലെ സെക്രട്ടറി. അതിന് പ്രകാരമാണ് ഇത്തരത്തിലൊരു അറസ്റ്റ് എന്നാണ് പോലീസുകാർ പറയുന്നത്. പക്ഷേ ഇത് വിവാദമായതോടെ നമ്മുടെ കമ്മീഷണർ അന്വേഷിക്കുകയും മറ്റും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഫോൺ കോൾ വിളിച്ചുകൊണ്ട് മാപ്പ് പറഞ്ഞ് കൈയൂരാൻ ശ്രമിക്കുന്നതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഒരു വാർത്ത കേട്ട സമയത്ത് നമുക്ക് ഈ പറയുന്ന ക്ഷേത്രം എന്നൊക്കെ പറയുന്ന ഒരു കാര്യം ഏറ്റവും പവിത്രമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിലൊരു സംശയമില്ലാത്തൊരു കാര്യമാണ് അവിടുത്തെ പൂജ, ബാക്കി കാര്യങ്ങൾ. ഈ കൈവിലങ്ങ് വെക്കുക എന്ന് പറയുന്ന ഒരു സംഭവം, നടപടി, അതാണ് എനിക്ക് ഏറ്റവും ഭയങ്കര ഇതായിട്ട് തോന്നിയത്. കാരണം നമുക്ക് അറിയാവുന്ന കാര്യമാണ്, അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാം, ഈ പറയുന്ന പ്രതി അല്ലെന്നുണ്ടെങ്കിൽ സംശയിക്കുന്ന ഒരു വ്യക്തി, ഇവിടെ പ്രതി പോലും എന്ന് പറയാൻ പറ്റത്തില്ല, എന്തെങ്കിലും ഒരു കുറ്റാരോപിതനായിട്ടുള്ള വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരെ വിലങ്ങ് വയ്ക്കണമോ ഇല്ലയോ എന്നുള്ളത് പോലീസിൻ്റെ വിവേചനാധികാര പരിധിയിൽ ഉൾപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നമുക്ക് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്, ഒരുപക്ഷെ ഏറ്റവും വലിയ കുറ്റകൃത്യങ്ങൾ, കൊലപാതകം അല്ലെങ്കിൽ പീഡനം അടക്കമുള്ള വലിയ വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കണം, അത് ആരോപിക്കപ്പെട്ടതായിരിക്കണം ഒരു പ്രതി എന്ന് പറയുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ പറയുന്ന ഉദ്യോഗസ്ഥരെ എന്തെങ്കിലും തരത്തിലുള്ള ബലമായിട്ട് ബലം പ്രയോഗിക്കുകയോ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഞാൻ വരില്ല എന്ന് പറയുകയോ ചെയ്യുക, ഒരു സഹകരണ മനോഭാവം ഇല്ലാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കയ്യാമം വെച്ച് കൂട്ടിക്കൊണ്ട് പോയി എന്നൊക്കെ പറയുന്നതിൽ ഒരു വസ്തുതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് കൃത്യമായിട്ട് പോറ്റി തന്നെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ പറയുന്നുണ്ട്. പോലീസ് ഇതിനു മുന്നേ ഇങ്ങനൊരു കാര്യം പറഞ്ഞിരുന്ന സമയത്ത് ശനിയാഴ്ച ഞാൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ വരാം, ഹാജരാവാം എന്ന് കൃത്യമായിട്ട് പറഞ്ഞ വ്യക്തിയെ വെള്ളിയാഴ്ച വൈകുന്നേരം ക്ഷേത്രനടയിലെത്തി പൂജകൾ മൊത്തം മുടക്കിക്കൊണ്ട് ഇത്രയും ബലമായി കയ്യാമം പിടിച്ചുകൊണ്ട് പോകേണ്ട കാര്യം എന്തെന്നാണ് മനസ്സിലാവാത്തതെന്ന് പറയുന്നത്. എന്നിട്ട് അതിന് പകരമായിട്ടൊരു സോറി മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള പൂജകൾ ചെയ്ത് കഴിയുന്ന അവരുടെ മനോഭാവം, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ കാണുന്നതാണ് ഈ പീഡനം പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ എന്തുകൊണ്ടാണ് മീഡിയയ്ക്ക് മുന്നിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ കറുത്തൊരു തുണിയിട്ട് മൂടിക്കൊണ്ട് കൊണ്ടുപോകണമെന്ന് പറയുന്നത്. അവരെയൊക്കെയല്ലേ സത്യത്തിൽ ഈ പറയുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് കാണിക്കേണ്ടതെന്ന് പറയുന്നത്, എക്സ്പോസ് ചെയ്യാനുള്ളത് സത്യത്തിൽ അവരെയാണ്. കാരണം ഇവരെ പിന്നീട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇവനാണെന്ന് നമുക്ക് ആ മുഖം നോക്കി മനസ്സിലാക്കാൻ കഴിയണം. അപ്പം അത്രയും വലിയ ആൾക്കാരുടെ പോലും മുഖം കാണിക്കാതെയൊക്കെ ഭയങ്കര ഇതായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഇവിടെ ഒരു ആരോപിതൻ മാത്രം, കുറ്റാരോപിതൻ മാത്രമായിട്ടുള്ള ഒരു വ്യക്തിയെ, അതും സഹകരണ മനോഭാവത്തോട് നിൽക്കുന്ന ഒരു വ്യക്തിയെ ക്ഷേത്ര പരിസരത്തിനുള്ളിൽ കടന്ന് പൂജകൾക്കും തടസ്സം വരുത്തിക്കൊണ്ട് ഇത്രയധികം രൂക്ഷമായിട്ട് ഇങ്ങനെ പിടിച്ച് കയ്യാമം വെച്ച് ബലമായി കൊണ്ടുപോകേണ്ട ആവശ്യകത ഈ ഒരു കാര്യത്തിൽ എന്താണെന്ന് മാത്രമാണ് മനസ്സിലാവാത്തതെന്ന് പറഞ്ഞാൽ. ഇത് അധികം മീഡിയാസിലൊന്നും ഭയങ്കര വിഷയമായിട്ട് വന്നിട്ടില്ല, ഇതിനകത്ത് മറ്റൊന്നും കലർത്തുകയല്ല. പക്ഷേ പോലീസിൻ്റെ ഒരു അനീതി എന്ന് പറയുന്നൊരു സംഭവം ഇതിനകത്ത്, അവരുടെ ഈ പറയുന്ന അധികാര പരിധി എന്ന് പറയുന്നത് അവർ തന്നെയാണ് അത് തീരുമാനിക്കുന്നതെന്ന് പറയുന്നത്, എന്ത് തീരുമാനിക്കണം എന്നുള്ള കാര്യം. പക്ഷെ അവരുടെ ഈ പറയുന്ന അധികാരത്തെ ദുരുപയോഗം ചെയ്യുന്ന കുറേയധികം സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പാവങ്ങളുടെ മണ്ടയിൽ മാത്രം മെക്കിട്ട് കയറുന്ന ചില ഉദ്യോഗസ്ഥരെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട്, അവരെ സസ്പെൻഡ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഇത്രയും നാണം കെട്ട് ഞാൻ പോയി, ഒരു കുറ്റവും ചെയ്യാതെ ഞാൻ പോയത് കൊണ്ട് ഇനി എനിക്ക് ആത്മഹത്യ ചെയ്യേ നിവർത്തിയുള്ളൂ. ഒരു പക്ഷേ ഒരു തെറ്റും ചെയ്യാത്തൊരു ജീവൻ
ജീവനെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നിയമപാലകർ കാരണമായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് കാരണമായി കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് നഷ്ടമാണ് ഉണ്ടാകുന്നത്? ആ കുടുംബത്തിന് മാത്രമാണ് നഷ്ടം ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു കുറ്റവിലോപം തന്നെയാണ്. കാര്യം അറിയാതെ ഒരു തരത്തിലുള്ള തെളിവും ഇല്ലാതെ ഒരാളെ കൂട്ടിക്കൊണ്ടു പോകുന്നതിൽ ഒരു കുഴപ്പമില്ല. കുറ്റാരോപിതൻ അല്ലെങ്കിൽ സംശയം ഉന്നയിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അതിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലും ഒരു തെറ്റില്ല. പക്ഷേ ഇത്രയധികം മാനം കെടുത്തിക്കൊണ്ട് ഇത്രയും ഒരു പവിത്രമായിട്ടുള്ള ഒരു സ്ഥലത്ത് കയറിയിട്ട് ഇത്തരത്തിൽ പോലീസുകാർ ഒരു അതിക്രമം തന്നെയാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതിൻ്റെയൊക്കെ വസ്തുത എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവാത്ത കാര്യമാണ്. ഞാൻ കുറേ നേരമായിട്ടിരുന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം കയ്യാമം പോലുള്ള കാര്യങ്ങൾ വെക്കണമെങ്കിൽ, വിലങ്ങ് വെക്കണമെങ്കിൽ എന്ത് തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ് ചെയ്യേണ്ടത്? നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. അത്രയും ഭയങ്കര ഇതായിട്ടൊന്നുമല്ല ഈ വലിയ വലിയ കുറ്റം ചെയ്യുന്ന ആൾക്കാരെ പോലും കൊണ്ടുപോകുന്നത്. ആ ഒരു സമയത്ത് ഈ ഒരു മനുഷ്യനെ അത്തരത്തിൽ കൊണ്ടുപോയത്. അപ്പം ഈ വാർത്ത എത്രത്തോളം നമുക്കറിയാവുന്ന കാര്യമാണ്. മീഡിയാസ് എങ്ങനെ എയർ ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും ഒരു മനുഷ്യന് കിട്ടുന്ന നീതിയും അനീതിയുടെ ഒരു കണക്കെന്ന് പറയുന്നത് ഇന്ന് നിലവിലിരിക്കുന്നതെന്ന് പറയുന്നത്. കാരണം അതോറിറ്റീസിൻ്റെ കണ്ണിൽ പെടണമെങ്കിൽ മീഡിയാസ് വഴി ഭയങ്കരമായിട്ട് എയർ ചെയ്താൽ മാത്രമേ ഒരു ഇഷ്യൂ ഭയങ്കരമായിട്ട് അതിലെ കാര്യങ്ങൾ മുന്നോട്ട് വരൂ എന്നൊരവസ്ഥയിലേക്കാണ് നമ്മുടെ നാടിന്ന് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ. അപ്പം ഇത് എത്രമാത്രം ഈ അതോറിറ്റീസിൻ്റെ കണ്ണ് തുറപ്പിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നീതി കാട്ടിക്കൊടുക്കും എന്നുള്ള കാര്യമൊന്നും നമുക്കറിയത്തില്ല. ഇനി ആ പഞ്ചലോഹ വിഗ്രഹം അവിടുന്ന് ആര് കടത്തി എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യനാണ്. അതിന് ഈ പറയുന്ന കണക്ക് നമുക്കിപ്പം ആരെയും പറയാൻ പറ്റത്തില്ല. ആര് കുറ്റം ചെയ്യില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ക്ഷേത്ര പരിസരത്തിനുള്ളിൽ കയറി അവിടുത്തെ പൂജകൾ മുടക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു കാര്യം ചെയ്തതെന്ന് പറയുന്നത് കൃത്യമായിട്ടും തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പം ബാക്കി ഒന്നിലും ഇത് പറയപ്പെടാത്തതുകൊണ്ട് ഇങ്ങനൊരു കാര്യം കേട്ട സമയത്ത് ഇതിൻ്റെ എന്തു പറയുന്നത് ഈ ഒരു വിഷയം എങ്ങനെയാണെന്നുള്ളത് പറയാനായിട്ട് എനിക്കൊരു ആകാംക്ഷ ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്കൊരു വീഡിയോ മുന്നോട്ട് വെച്ചതെന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് എനിക്കും കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന് തോന്നിയത് കൊണ്ടാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമുക്കൊരു ക്യൂരിയോസിറ്റി തോന്നുമല്ലോ ഈ കയ്യാമ വെച്ച്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് തന്നെയാണ്, എനിക്ക് ക്യൂരിയോസിറ്റി തോന്നാനുള്ള കാരണം അത് തന്നെയാണ്. കാരണം ഇത്രയും വലിയ പീഡനങ്ങളടക്കമുള്ള ചെയ്യുന്ന ആൾക്കാരെ പോലും ഭയങ്കര ഭദ്രമായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഈ ഒരു കുറ്റാരോപിതൻ മാത്രമായിട്ടുള്ളൊരു വ്യക്തിയെ ഇങ്ങനെ കയറി കൊണ്ടുപോകുന്നത് കാണുമ്പോഴത്തേക്ക് നമുക്ക് സ്വാഭാവികമായിട്ടും ക്ഷേത്രം, അമ്പലം അല്ലെങ്കിൽ പൂജ ഇതൊക്കെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരത്തിൽ മുടക്കം വരുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിനകത്തൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും. അപ്പം അതുകൊണ്ടാണ്. അപ്പോൾ ആർക്കെങ്കിലും ഈ പറയുന്ന കയ്യാമ ഞാനത് എത്ര നോക്കിയിട്ടും കിട്ടുന്നില്ല. കയ്യാമ വെച്ച് കൊണ്ടുപോകാനുള്ള കറക്റ്റായിട്ട് കാണുമല്ലോ, ചില കുറ്റകൃത്യങ്ങൾ കാണുമല്ലോ. അങ്ങനെ എല്ലാവരും ഒന്നും അങ്ങനെ കൊണ്ടുപോകണതും ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ കുറച്ച് പേരൊക്കെ മീഡിയാസിലായാലും അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ ഇന്ന തരത്തിലുള്ള കുറ്റങ്ങൾ ചെയ്ത വ്യക്തികളെ ആവില്ല, എനിക്കറിയത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ നോളജ് ഉള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് തരിക.